ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. കുട്ടികളേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് KFC ഫ്രൈഡ് ചിക്കൻ. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഹെൽത്തിയും എന്നാൽ ടേസ്റ്റിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ തന്നെ വളരെ ഡെലീഷ്യസായി എങ്ങനെ KFC സ്റ്റൈൽ ചിക്കൻ സ്ട്രിപ്സ് തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ചിക്കൻ സ്ട്രിപ്സിന് പറ്റിയൊരു ടിപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് ടിപ്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 250 ഗ്രാം ബോൺലെസ് ചിക്കൻ സ്ട്രിപ്സായി കട്ട് ചെയ്തെടുക്കുക. സ്ട്രിപ്സ് ആക്കാനായി ഏറ്റവും നല്ലത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ഈ ഒരു നീളത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്തതായി വേണ്ടത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 കോഴിമുട്ടയുടെ പകുതി നന്നായി ബീറ്റ് ചെയ്തെടുത്തതുമാണ് വേണ്ടത്. ഇത് 8 അല്ലി വെളുത്തുള്ളിയും 2 പീസ് ഇഞ്ചിയും 1/4 ഭാഗം സവാളയുമാണ്. ഇത് മൂന്നും 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മിക്സിയിൽ കട്ടയൊന്നുമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റായി തന്നെ അരച്ചു മാറ്റി വെക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ 3 ഇൻഗ്രീഡിയൻസിൻ്റെയും പൗഡേഴ്സാണ് ഉള്ളതെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് വെക്കുക. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ചിക്കനിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, വിനാഗിരി, പകുതി കോഴിമുട്ട ബീറ്റ് ചെയ്ത് എടുത്തു വെച്ചത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള പേസ്റ്റിൻ്റെ പകുതി ഭാഗം മാത്രം ചേർത്താൽ മതി, ബാക്കി പകുതി മാറ്റി വയ്ക്കുക. പിന്നീട് ചേർക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പും ചില്ലി ഫ്ലേക്സും കൂടെ നന്നായി മിക്സ് ചെയ്തതും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊരു ക്ലിംഗ് ഫിലിമോ മൂടി കൊണ്ടോ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായി വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് പറ്റിയൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി ഗാർലിക് ഡിപ്പ് തയ്യാറാക്കാം. ഇതിനായി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത 6 അല്ലി വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ വെള്ളവും 1 ടീസ്പൂൺ തേനും 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു പാനോ ചീനച്ചട്ടിയോ ചൂടാക്കുക. ഇത് അതിലേക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ചെറുതായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. വെളുത്തുള്ളിയുടെയും ചില്ലി ഫ്ലേക്സിൻ്റെയും പച്ചക്കുത്ത് മാറുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോസ് ഒന്ന് തിക്കായി വരുമ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി ചൂടാറാനായി മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ഗാർലിക് ഡിപ്പ് റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്ത് ചിക്കൻ പുറത്തെടുത്ത് ചിക്കൻ അതിൻ്റെ ലിക്വിഡ് കോട്ടിങ്ങിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കുക. ഇനി ബാക്കിയുള്ള കോട്ടിങ്ങിലേക്ക് ഐസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്ത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുക. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്തെടുക്കുന്നതിനായിട്ടുള്ള ഡസ്റ്റിംഗ് പൗഡർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി സവാളയുടെ പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് പുട്ടിനെല്ലാം പൊടി നനച്ചെടുക്കുന്ന പോലെ നന്നായി തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായി ഡസ്റ്റിംഗ് പൗഡറിലിട്ട് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ചിക്കനിലേക്ക് ഈ പൗഡർ ലൈറ്റായി ഒന്ന് കോട്ടായാൽ മാത്രം മതി കേട്ടോ, ഒരുപാടാകരുത്. അങ്ങനെ എല്ലാ ചിക്കൻ പീസസും പൗഡറിൽ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസസും നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഐസ് വാട്ടർ മിക്സിലേക്ക് ഡിപ്പ് ചെയ്ത് വെള്ളം ഒന്ന് കുടഞ്ഞു കളഞ്ഞതിന് ശേഷം പൗഡറിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക. ചിക്കൻ ക്രിസ്പിയായി വരുന്നതിനാണ് ഈ ഐസ് വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കൈകൊണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഡസ്റ്റിംഗ് പൗഡറിൽ നന്നായി റബ്ബ് ചെയ്തെടുക്കുക. ചിക്കൻ പീസസിൽ ഫ്ലേക്സ് പോലെ വരുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത പീസസ് എല്ലാം തന്നെ എക്സസ് ആയിട്ടുള്ള പൗഡർ തട്ടിക്കളഞ്ഞ ശേഷം ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വെക്കുക. ചിക്കൻ പീസസ് എല്ലാം തന്നെ ഇപ്പോൾ വെൽ കോട്ടഡ് ആണ്. ഇനി ഇതെങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു ക്ലിംഗ് ഫിലിം ഇട്ട് മൂടി 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായി സ്റ്റിഫാക്കി എടുക്കുക. സ്റ്റോർ ചെയ്യാനായി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മറക്കാതെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിച്ചു പോകും. ഇതിപ്പോൾ 2 മണിക്കൂറിന് ശേഷം നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇതിനി സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ആക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. വേണ്ട സമയത്ത് ഇത് 10-15 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി ഒരു ചീനച്ചട്ടിയിൽ വറുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കണം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇളക്കാവൂ. ഇതിൻ്റെ കോട്ടിങ് ഇളകി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ ഓവറായി ഫ്രൈ ചെയ്യരുത്. മാക്സിമം ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടുന്നതാണ്. അങ്ങനെ സൂപ്പർ ടേസ്റ്റിയും ക്രഞ്ചിയും ജ്യൂസിയുമായിട്ടുള്ള KFC സ്റ്റൈൽ ചിക്കൻ സ്ട്രിപ്സ് ഇവിടെ റെഡിയാണ്. പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. കഴിച്ചു തുടങ്ങിയാൽ കഴിച്ചുകൊണ്ടേയിരിക്കും, അത്ര ടേസ്റ്റാണ് ഇതിന്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.